ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. നമ്മൾ ഈ 2025 കൂടി നിരവധി നോട്ടിഫിക്കേഷനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് LGSൻ്റേത്. 2027 റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അതുകൊണ്ട് തന്നെ 2025 അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ 2026 ആദ്യം ഒക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇത് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാം? ഇതിന് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LGSൻ്റെ കാറ്റഗറി നമ്പർ 609/2021 ആണ്. ഇതിൻ്റെ നെയിം ഓഫ് ഫേം വന്നിട്ട് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ്. അതായത് ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള കമ്പനീസിലേക്കും ബോർഡ്സിലേക്കുമാണ് നമ്മൾ LGS വിളിക്കുന്നത്. നെയിം ഓഫ് പോസ്റ്റ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ആണ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്കെയിൽ ഓഫ് പേ ആസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ബൈ ദ കമ്പനി ഓർ കോർപ്പറേഷൻ ഓർ ബോർഡ് കൺസേൺഡ്. അതായത് അവരുടെ ഒരു കൺസേണിൽ വെച്ചിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആയിരിക്കും. സ്കെയിൽ ഓഫ് പേ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഓരോ കമ്പനികളുടെയും തീരുമാനപ്രകാരമായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? സാലറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലത് കൂടുവാനും ചിലത് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് കമ്പനിയുടെ തീരുമാനപ്രകാരമായിരിക്കും എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം ഏജ്, ഏത് ഏജ് വരെ ഉള്ളവർക്ക് ആണെന്ന്. 18 മുതൽ 36 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന എക്സാമാണ്. എൻ്റെ കഴിഞ്ഞ എക്സാമിൻ്റെ ഡേറ്റും ഡീറ്റെയിൽസും ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എക്സാം എങ്ങനെയാണ്? മലയാളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ മാർക്സ് 100 ആണ്. ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് യോഗ്യത, 7ാം ക്ലാസ് വിജയിച്ചവർക്കാണ് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്ക് ഡിഗ്രി ലെവൽ ആൾക്കാർക്ക് എഴുതാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഡിഗ്രി ലെവൽ ഉള്ള ആളുകൾക്കൊക്കെ എന്താണ് LGS എക്സാം എഴുതാൻ സാധിക്കാറില്ല. പക്ഷേ ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കമ്പനി ബോർഡ് LGS നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് കുറേ ആളുകൾ എഴുതുന്ന ഒരു എക്സാമാണ് കമ്പനി ബോർഡ് LGS. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ വേണം നമ്മൾ പഠിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 12/1/2024 അതായത് 2024 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ 3 വർഷം വരെയാണ് ഒരു ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അതപ്പോൾ 2027 അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2025 ഈ അവസാനത്തോടു കൂടി അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നാലാണ് ബാക്കി പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമുക്ക് 2027 എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുതിയ റാങ്ക് ലിസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എക്സാമിൻ്റെ ലിസ്റ്റിൽ എത്ര ആൾക്കാർ ഉൾപ്പെട്ടു, അതിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ നോക്കാം. അതിൻ്റെ കട്ട് ഓഫ് വന്നിട്ട് 76.67 ആയിരുന്നു. എന്ത് അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.67 കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഈ പ്രാവശ്യമാണെങ്കിലും എന്താണ് നമ്മളെപ്പോഴും ഒരു നല്ല ഹൈ ലെവലിൽ മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ വേണം പഠിക്കാൻ. അതായത് ഒരു 80 മാർക്ക് അല്ലെങ്കിൽ 80-ന് മുകളിലൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. ആ രീതിയിൽ വേണം നമ്മുടെ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുപോലെ മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് 3712 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. 3712 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. എന്നാൽ അഡ്വൈസ് പോയത് 2067 പേർക്ക് എന്ത് പോയിട്ടുണ്ട്? അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഏത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് കമ്പനി തീരുമാനിക്കുന്നത് പ്രകാരമാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ നിയമനം ഈ തസ്തികയിലേക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു പോസ്റ്റാണ്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് 2024 വന്നു. ടോട്ടൽ അഡ്വൈസ് 2067 പോയിട്ടുണ്ട്.
അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതായത് 20/3/2025 ഇത് പോയേക്കുന്നത് 2067 പേർക്ക് വരെ അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ നമുക്ക് ഈ എക്സാമിന് ഇനി പ്രതീക്ഷിക്കാം. കാരണം ധാരാളം ആളുകൾ എഴുതുന്നുണ്ടാവും. ഇതിൻ്റെ പിന്നീട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 7ാം ക്ലാസ് വിജയവും അതുപോലെ സൈക്ലിങ്ങിലും നോളജ് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഡിഗ്രിക്കാരും കൂടെ ഉൾപ്പെടുത്തിട്ടുള്ളത് കൊണ്ട് എന്താണ്, നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യുക, ആ ഫ്ലോയ്ക്ക് തന്നെ പോവുക. അത് ചില ആൾക്കാർ ഈ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അതായത് നമ്മൾ ഓർക്കും ഈ നോട്ടിഫിക്കേഷൻ വരട്ടെ, നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ഡേറ്റ് വരട്ടെ, എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും നമുക്ക് ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈം വരട്ടെ, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈം വരട്ടെ. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നീക്കി വെക്കും. അങ്ങനെയുള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ നല്ല രീതിയിൽ അതിനുള്ള പണികൾ തുടങ്ങണം. അതായത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങണം, നല്ല വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അവസരങ്ങളൊന്നും ഇത് ചെയ്യരുത്. അതായത് നമ്മുടെ അവസരങ്ങളൊന്നും നമ്മൾ തള്ളിക്കളയരുത്. നമ്മൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കണം. അപ്പോൾ കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ നല്ല ഒരു പോസ്റ്റാണ്, നല്ല രീതിയിൽ അഡ്വൈസ് പോയിരിക്കുന്ന ഒരു പോസ്റ്റാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. അപ്പോൾ പഠിക്കുന്ന ആൾക്കാർ അതേ ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി പഠിത്തം നീക്കി വെച്ചിട്ടുള്ള ആൾക്കാരോടാണ് പ്രത്യേകം പറയുന്നത്, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമ്മൾ PSC എക്സാം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ് ഒക്കെ സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് നല്ലൊരു ടൈമാണിത്. അപ്പോൾ നമുക്ക് കമ്പനി ബോർഡ് LGS എക്സാം ഡിഗ്രി ലെവലുള്ള ആൾക്കാർക്കും എഴുതാൻ സാധിക്കുന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മിൻറ്റിൻ്റെ ഗ്രൂപ്പായ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ ചാനലിലൊക്കെ ഉണ്ടാവും. പിന്നെ ടോപ്പിക്കുകളും, അതായത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എക്സാം ടോപ്പിക്കുകളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.